ജയിച്ചു. മലപ്പുറത്ത് 12-ൽ 12 നേടി 10 മാറ്റോടുകൂടി ഞങ്ങൾ കടന്നു വന്നു കേരളത്തിന് നിയമസഭയിൽ. പാലക്കാട് വന്നു, എറണാകുളത്ത് വന്നു. അങ്ങനെ മുസ്ലിം ലീഗ് ആകെ തോറ്റത് 4 സീറ്റില. എന്റെ പ്രിയപ്പെട്ട UC രാമന്റെ നേതാവടക്കമുള്ള UC രാമൻ അടക്കമുള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. അതെങ്ങനെ പരാജയപ്പെട്ട്? ഈ പുനർനിർണയത്തിലെ പാളിച്ച കൊണ്ട്, പുനർനിർണയത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി. ചില പഞ്ചായത്തുകൾ വന്നു, ചില പഞ്ചായത്തുകൾ പോയപ്പോ കുന്നമംഗലത്ത് UC തോറ്റു. അതാ ദേശാഭിമാനി. UCയെ ലീഗുകാർ തോൽപ്പിച്ചു. ദേശാഭിമാനി ഞങ്ങനെ വായിച്ചു നോക്കും, വെറുതെ വായിച്ചു നോക്കിന രസല്ലേ. പിന്നെ വായിച്ചൊക്കെ നോക്കിയാൽ പിന്നെ കയ്യൊക്കെ പോകും, സർഫൊക്കെ ഇട്ട് സിന്തോൾ സോപ്പൊക്കെ ഇട്ട് കയ്യൊക്കും. കാരണം ഇത് ദേശാഭിമാനിയാണല്ലോ. അപ്പൊ അതിനോട് ആ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രിക വായിക്കുമ്പോൾ അതിനൊരു ശുദ്ധിയൊക്കെ വേണമല്ലോ. അപ്പോൾ UC രാമനെ ലീഗുകാർ തോൽപ്പിച്ചു. UC രാമനെ ബലറ്റ് ജയിപ്പിച്ചാണല്ലോ കഴിഞ്ഞ 2 പ്രാവശ്യം. ലീഗുകാർ സീറ്റ് കൊടുത്തു. ലീഗ് തന്നെ 2 പ്രാവശ്യം ആളെ MLA ആക്കി. മൂപ്പരങ്ങനെ വമ്പിച്ച നേതാവൊന്നും ആയിരുന്നില്ല, ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. മൂപ്പൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തു, ലീഗ് സീറ്റ് കൊടുത്തു. കുന്നമംഗലത്ത് ആദ്യം ജയിച്ചു, രണ്ടാമതും ജയിച്ചു. 8-ൽ 1 UC രാമനായിരുന്നു. അപ്പൊ ജയിച്ചു. അപ്പൊ ഒന്നും ബലാരും ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തോറ്റപ്പോ UC രാമനെ ലീഗുകാർ തോൽപ്പിച്ചു. ആയിക്കോട്ടെ, UC രാമന് കുന്നമംഗലം സീറ്റ് കൊടുക്കില്ല. ദേശാഭിമാനി വാർത്ത എഴുതി. UC രാമനെ ലീഗ് ഒതുക്കുന്നു. ദേശാഭിമാനി വാർത്ത എഴുതി. UC രാമനെ പരാജയപ്പെടുത്താൻ, UC രാമന് സീറ്റ് കൊടുക്കാതിരിക്കാൻ കുന്നമംഗലം നിയോജക മണ്ഡലം ലീഗ് വെച്ചു മാറുന്നു. ദേശാഭിമാനി ചോന്ന മഷിയിൽ എഴുതി. ഓല ചോന്ന മഷിയിൽ എഴുത്തട ഉണങ്ങുന്നതിന് മുമ്പ് തങ്ങളോട് പ്രഖ്യാപിച്ച് കുന്നമംഗലം UC രാമൻ സ്ഥാനാർത്ഥി ഓല പരിപാടിയാണ് മാറ്റിച്ച്. പിന്നെ തോറ്റപ്പോഴാവുള്ളൂ പിന്നെ എഴുത്ത ലീഗുകാർ തോൽപ്പിച്ച്. ലീഗുകാർ എന്നെ ലീഗുകാരാ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. CPM-മാരോട് ധൈര്യമായിട്ട് പറഞ്ഞോളി, UC രാമൻ ജയിച്ചാൽ ഒരു MLA ആവും, അല്ല ഒരു മന്ത്രിയൊക്കെ ആവും, ഒന്നും തരക്കടില്ല. തോറ്റ UC രാമൻ കണ്ണൂർ ആസ്ഥാനമായ കൈത്തറി ബോർഡിന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നു കൊണ്ട് സർക്കാരിന്റെ കാറിൽ അങ്ങനെ വിലസി നടക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനാ ലീഗിന്റെ അതിന്റെ ആവശ്യം? ലീഗ് ഈ ജനവിഭാഗങ്ങൾക്കൊപ്പമാണ് എന്നതിന്റെ തെളിവാണത്. ലീഗ് രാഷ്ട്രീയം ഇവിടെയുള്ള ദളിത് വിഭാഗങ്ങൾക്ക് അനുകൂലമാണ് എന്നതിന് തെളിവാണത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 140 നിയോജക മണ്ഡലം, 14 റിസർവേഷൻ സീറ്റ്, 10%. 14 റിസർവേഷൻ സീറ്റ് അല്ലാത്തൊരു സീറ്റ് CPM-കാരാ പട്ടികജാതിക്കാരനെ നീ മത്സരിപ്പിച്ചിട്ടുണ്ടോ? എത്ര സീറ്റ്? 80ഓളം സീറ്റ് മത്സരിച്ചില്ലേ CPM? CPI-ക്കാരൻ കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരൻ കൊടുത്തിട്ടുണ്ടോ? ചില സമയത്തൊക്കെ ഇങ്ങനെ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? എന്നാൽ 24 ജനറൽ സീറ്റ് കിട്ടിയതിൽ ഒരു ജനറൽ സീറ്റ് ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗത്തെ വിഭാഗത്തിന് വേണ്ടി കൊടുത്തത് പാണക്കാട് ഹൈദരലി തങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അല്ലേ? തോറ്റപ്പോൾ ചെയർമാനാക്കി കൊടുത്തിട്ടില്ലേ? എന്താ കാറ് അടിച്ചുപൊളി കാറാ. ഇടക്കൊക്കെ വെറുതെ കുന്നകത്തം കയറി ഇങ്ങനെ കുത്തിക്കും, കണ്ണൂരറ്റം പോകും. രസല്ലേ? ഒരു രസമല്ലേ? CPM-മാരെ കാണാൻ വേണ്ടി ചില്ലൊക്കെ ഇങ്ങനെ താത്തിയിട്ട് നോക്കും. CPM-മാരെ യൂസർ AC ബാബു പൊന്തിച്ചോ. എന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് ചില പാർട്ടികള് ജമാഅത്ത് ഇസ്ലാമി അമ്മേ സോളിഡാരിറ്റി ആ സാധനമൊക്കെ ഉണ്ടോ എനിക്ക് സോളിഡാരിറ്റിക്കാരും പറയാ, അടുത്ത SDPI-ക്കാരും പറഞ്ഞ് അടുത്ത യൂണിവേഴ്സിറ്റി VC പട്ടിക ഞങ്ങളോട് എന്തൊരു കീറുവ, പട്ടികജാതിക്കാരനാണോ അല്ലേ? അടുത്ത VC പട്ടികജാതിക്കാരന് കൊടുക്കണമെന്ന്. എന്താണ് ഇത്? ഞങ്ങളോടുള്ള സ്നേഹം. ഞങ്ങളെ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ അത് മാച്ചാളി, അത് മാച്ചാളി. നിങ്ങളുടെ ബുദ്ധി ഞങ്ങൾക്കറിയാം. ജമാഅത്ത് ഇസ്ലാമി അല്ലേ ഉണ്ടോ? ഉണ്ടെങ്കിൽ കേട്ടോടി. ജമാഅത്ത് ഇസ്ലാമി ഭയങ്കര ബുദ്ധിയാ. ഓന് വെച്ചോർത്ത് വെച്ച ബുദ്ധിയാ. ചില സമയത്ത് അവന്റെ ബുദ്ധി ഇങ്ങനെ തെളിഞ്ഞു വരും, പുറത്ത് വരും. ഈ ബുദ്ധി വല്ല പുറത്ത് കിടും ഒന്നോടെ ഇടക്ക സമയത്ത്. നമ്മളേലൊന്നും പിന്നെ അധികം പത്ര ബുദ്ധി ഇല്ലാത്തവരുടെ പുറത്തേക്കകത്ത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഹമീദ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമിയാ, പരിശുദ്ധ ജമാഅത്താണ്. ഹമീദ് പറഞ്ഞ ചെറുപ്പക്കാരൻ അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കും. ഇവര് പിന്നെ അങ്ങനെ എല്ലാ പൊതുയോഗത്തിനും പോകണം. ഇവിടെ ഉള്ള പ്രത്യേകത അങ്ങനെ നമ്മളെ തരികയല്ലേ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളവരെ പൊതുയോഗത്തിന് ഇരിക്കൂ. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇവിടെ പോകണം, കൊടുങ്ങല്ലൂർ പൊതുയോഗം നടത്തണം പോകണം, ഇവിടെ മുക്കത്ത് പൊതുയോഗം നടത്തണം, ഓൻ പോകണം. ഓന് ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മാവേലി സ്റ്റോർ പോലെ ഓനെ കൊണ്ടുപോകാറുള്ളൂ, അതേ ഉള്ളൂ. അതിനോണ്ടാ അങ്ങനെ ഇച്ചങ്ങ അമീതേറെ ചെക്കൻ പോരയിൽ ഒരു വസ്തുവിനും പറ്റില്ല. വീടിന്
വീട്ടിലൊരു കിണറിൽ, മൂപ്പൻ്റെ വീട്ടിലെ കിണറിൽ 3 കോഴിമക്കൾ വീണു. ഉമ്മ അമീദിനോട് പറഞ്ഞു, അമീദെ കൊണ്ട് വാ. അമീദ് ചെന്നു. എന്തേ വായിച്ചു? നമ്മളെ കോഴിമക്കൾ 3 കിണറ്റ് വീണു. കിണറ്റ് പറഞ്ഞ കിണർ, എൻ്റെ ഭാഷയിൽ കിണറ്റ് വീണിട്ടുണ്ട്, അതിനെടുക്കണം എന്ന്. അതിൽ കയറപ്പുറത്ത് വാങ്ങിയിട്ട് വന്ന് ഞാൻ കയറുമ്പിൽ കൂടി ഇറങ്ങി ആ 3 കോഴിമക്കളെ ഒന്ന് എടുത്തു പറഞ്ഞു. അമീദ് കിണറൊന്നും നോക്കി, അടുത്ത് നോക്കിയിട്ട് അമ്മ ചാടില്ല ഉമ്മ, ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, ഞാനൊരു ബുദ്ധി ഉപയോഗിക്കുകയാണ്. എന്താ എൻ്റെ ബുദ്ധി ചോദിച്ചു. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ. ആണ്, ഞങ്ങൾ കുറച്ച് ബുദ്ധി കൂടുതലുണ്ട് ഉമ്മ. ആയിക്കോട്ടെ, എന്നാ ബുദ്ധി ഉപയോഗിച്ചതാണ്. അമ്മ നിങ്ങളൊരു കൊട്ട വാങ്ങിയിട്ട് വരില്ല, എന്നൊരു കൊട്ട കയറ് കൊണ്ടുവന്ന് കൊട്ട കയറുമ്പോൾ കെട്ടി തള്ളക്കോഴിയുടെ വെച്ചു. ഉമ്മനോട് തള്ളക്കോയിനെടുത്ത് കൊട്ടയിൽ വെച്ച്. അമീദ് പറഞ്ഞത് ഇങ്ങനെ താത്തി എടുത്താൽ മതി ഉമ്മ, തള്ളക്കോയി കൊട്ടയെ കാണും, 3 കോഴിമക്കൾ കൊട്ടയിൽ ചാടും, അതിനോട് പൊന്തി വെച്ചാൽ സാധനം കിട്ടി ചോദിച്ചു. നല്ല ബുദ്ധി, ഞാൻ സമ്മതിച്ചു, നല്ല ബുദ്ധി. ഇതങ്ങനെ താത്താൻ തുടങ്ങി അമീദ്. ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ. കുറെ ഇങ്ങനെ താന്ന് ഇങ്ങനെ എത്തിയപ്പോൾ തള്ളക്കോയി ഇങ്ങനെ കൊട്ടയിൽ നിന്നപ്പോൾ 3 മക്കൾക്ക് എൻ്റെ കിടക്കുക കീ 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 എന്ന് പറഞ്ഞു. തള്ളക്കോയി ഒരൊറ്റ ചാട്ടത്തിൽ മക്കളെ കണ്ട തള്ളാര് കല്ലാട്ട് ചാടുക ഉറപ്പല്ലേ. അമീദ് ആകെ ഞെട്ടിപ്പോയി, പട്ടച്ചോനെ കുടുങ്ങിയല്ലോ. ഓൻ്റെ ബുദ്ധി നടന്നില്ല. ഉമ്മനെ നോക്കി പറഞ്ഞ നായിൻ്റെ മോനെ ചിലക്കാതെ നടന്നു എൻ്റെ സാധനം ഇപ്പം 4 ഇടത്തിൽ എടുക്കേണ്ട ഗതികൾ. അപ്പുറത്തുള്ള യൂത്ത് ലീഗുകാരനെ വിളിച്ചുകൊണ്ട് വരും. ഓൻ പണി എടുത്ത് ചെയ്തോളൂ. യൂത്ത് ലീഗുകാരനെ വന്ന് കൊട്ടയിലെടുത്ത് കോഴിമക്കളൊക്കെ എടുത്തു കൊടുത്ത് ആ വോട്ട്, ഉമ്മൻ്റെ വോട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പം ജമാഅത്ത് ഇസ്ലാമിൻ്റെ ബുദ്ധിനോട് ചിലപ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാവും, ഇല്ലെന്നും പറഞ്ഞില്ല. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒരു വേള ലീഗിനെതിരെ ഇങ്ങനെ ശബ്ദിക്കുക, അപ്പൊക്കെ ഇങ്ങനെ ശബ്ദിക്കുക. അതിനോട് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആകെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് 4 ചായ ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒരുപാട് കൊല്ലം. ഞാൻ 25 കൊല്ലം മുമ്പ് ലീഗ് വന്നപ്പോഴും 4 ചായ വാങ്ങിക്കൊണ്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പം ചായ 3 എണ്ണേ ഉള്ളൂ. ഞാൻ ആലിയാക്കനോട് ചോദിച്ചു, എന്താ ആലിയാക്ക് 3 ചായ ആയി പോയി വെച്ച്. ആ 4 ഒരുത്തം മരിച്ചു ഇവനെ, 3 ചായ മതി, അത് കുറയാന്നല്ല, കൂടൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ലീഗിനെ ഇല്ലായ്മ ചെയ്യാൻ, ലീഗിനൊന്നും ഇല്ലാതാക്കാന്ന് വിചാരിച്ചിട്ട് കുറേ മതസംഘടനകൾ, തെറ്റിദ്ധരിച്ചിരിക്കുകയല്ല, കുറേ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ നമ്മളെ പിന്നിലുണ്ട് എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. തമാശക്കൂടിയാണെങ്കിൽ ഒരു ശരിയാണ്. എന്താണ് ഇത് നശിച്ചാൽ ഈ ലോകത്ത് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുസ്ലിം ലീഗ് നശിച്ചാൽ എന്നൊന്നും ധരിച്ചിരിക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ട്. ലീഗ് നശിക്കുക എന്നാ കുറേ ലീഗിന്റെ പ്രവർത്തകന്മാരെങ്ങനെ ഇങ്ങോട്ട് പോരും, അതിനോട് തുഷാറാവും. എങ്ങനെ നശിപ്പിക്കണം എന്നതാ ചിന്ത. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വീട്, ആ വീട്ടിൽ ഒരമ്മയും അച്ഛനും ഒരു കുട്ടിയും. അമ്മയും അച്ഛനും കോഴികളെ നല്ലോണം വളർത്താറുണ്ട്. കോഴിനെ ഇങ്ങനെ വളർത്തി ഒരുപാട് കോഴികളുണ്ട്. കോഴികളെങ്ങനെ വളർത്തുമ്പോൾ ഈ ചെക്കൻ, ഈ വീട്ടിലുള്ള കുട്ടി ഒരു വികൃതിയാണ്. ഓനിങ്ങനെ വന്നു കേട്ട് രാവിലെ നേരം വിളിച്ചപ്പോൾ അച്ഛനോട് അമ്മയോട് പറഞ്ഞു, അച്ഛാ അമ്മ, നമ്മുടെ കൂട്ടിലെ ഒരു കോഴി ചത്തുപോയി, കോഴി മരിച്ചു പോയി, ചത്ത്. അച്ഛൻ പറഞ്ഞു, എങ്ങനെയുള്ള കോഴി ചത്ത്? കോഴി ചാൻ്റെ ആവശ്യം, ഇജെന്തോ കുരുത്തകേട് കാണിച്ചിട്ടുണ്ടാവും. ഇല്ല, ഞാനൊന്നും കാട്ടിയില്ല. പിന്നെ എങ്ങനെ കോഴി ചാകുമോ? കോഴിനെ ഞാൻ കുളിപ്പിച്ചു. കോഴിനെ കുളിപ്പിച്ചാൽ ചാവൂലല്ലോ. കോഴിനെ കുളിപ്പിക്കല്ല, അത് വേറെ വിവരമൊക്കെ അടി ചെയ്തു. എന്നാലും കുളിപ്പിച്ചാലും ചാവൂല, ഇത് വേറെ എന്തോ ചെയ്തിട്ടുണ്ടാവുന്നു. ഈ മകൻ പറഞ്ഞു, കുളിപ്പിച്ചിട്ടേ. കുളിപ്പിക്കുമ്പോൾ ലേസം ഷർഫ് ഇട്ടെന്ന്, കോയിന്റെ മേലേസം ചളിയില്ല പോകാനാണ്. ഷർഫിട്ട് കോയിനെ കുളിപ്പിക്കലുണ്ട്. സജ്ജി ഏറിനത് പഠിച്ചിട്ട് എന്ത് ചക്കനായി, വിവരമില്ല, എനിക്ക് ഇത്ര വയസ്സില്ല എന്നൊക്കെ ചോദിച്ചു. എല്ലടോ 4 ഷർഫൊക്കെ ഇട്ട് കുളിപ്പിച്ചാലും പോയി ഏതാണ്ടൊക്കെ നിൽക്കും. എന്നാലും അതിന് നമ്മൾ പതുക്കെ വെയിലൊക്കെ കൊള്ളിച്ച് ജീവിച്ച് കൊണ്ടുവരാം. ഈ വേറെന്തോ ചെയ്തിട്ടോ. കുട്ടിയെടുത്തേ മേക്ക് പറഞ്ഞു, കുളിപ്പിച്ചപ്പോഴല്ല ചത്തത്, കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനൊന്ന് പീഞ്ഞ്, അപ്പോഴാണ് ചോദിച്ചത്. അപ്പൊ അതേ കുട്ടിയുടെ ഒരു മനോഭാവത്തിൽ ലീഗിനെ ആദ്യം ഒന്ന് കുളിപ്പിക്കാമെന്നും പിന്നെ ഷറഫിട്ട് കുളിപ്പിക്കാമെന്നും പിന്നെ പീഞ്ഞതിനെ ഇല്ലാതാക്കാമെന്നും എന്ന ധാരണയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ തിരിച്ച്